തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തി. അരമണിക്കൂറോളം സി ജോസഫ് വിജയ് ക്ഷേത്രത്തിൽ ചെലവഴിച്ചു. ഔദ്യോഗിക വാഹനം സ്വയം ഡ്രൈവ് ചെയ്താണ് സി ജോസഫ് വിജയ് മടങ്ങിയത്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ക്ഷേത്രത്തിൽ കാണിക്കയായി സി ജോസഫ് വിജയ് വെള്ളിവാൾ സമർപ്പിച്ചു എന്ന് ക്ഷേത്രം മുഖ്യതന്ത്രി രാമചന്ദ്ര അഡിഗ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ കൃത്യമായി കാണാം. ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ വേണ്ടി എത്തിയ തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്. പ്രദീപ് നാരായണൻ കൊല്ലൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. പ്രദീപ്, എപ്പോഴായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ സന്ദർശനം? അമൃത, പ്രജിൻ, വൈകിട്ട് 3:30 കൂടിയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയത്. ക്ഷേത്രത്തിനകത്ത് അരമണിക്കൂറോളം ചെലവഴിച്ചു. ക്ഷേത്രത്തിനകത്ത് ആ സമയം ക്ഷേത്രത്തിൻ്റെ മുഖ്യ തന്ത്രിമാർ, ഒപ്പം തന്നെ വിജയുടെ കൂടെ വന്ന 3 പേർ, സുരക്ഷാ ഉദ്യോഗസ്ഥർ, എക്സിക്യൂട്ടീവ് ഓഫീസിൻ്റെ ഭാഗമായ 3 പേർ, അങ്ങനെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ക്ഷേത്രത്തിനകത്ത് വിജയ്ക്ക് വേണ്ടി പ്രത്യേക സങ്കല്പ പൂജ നടത്തി. അതിനുശേഷം ക്ഷേത്രം വലം വെച്ചു. ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി അരമണിക്കൂർ പൂർത്തിയാക്കി അദ്ദേഹം മടങ്ങി. അതേസമയം തന്നെ ക്ഷേത്രത്തിന് പുറത്ത് നിരവധി ആരാധകരുണ്ടായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചത് നേരെ കാറിൽ കയറി തിരിച്ചു പോകുമെന്നായിരുന്നെങ്കിൽ, പക്ഷേ വിജയ് നേരിട്ട് ആരാധകരുടെ അടുത്തേക്ക് പോകുന്നു, അവരെ കൈവീശി അഭിവാദ്യം ചെയ്യുന്നു. ശേഷം അദ്ദേഹം വണ്ടിയിലേക്ക് കയറി. ആദ്യം ഡ്രൈവർ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഡ്രൈവർ ഒഴിവാക്കി സ്വയം ഔദ്യോഗിക വണ്ടി ഓടിച്ചു പോകുന്ന വിജയിയാണ് കണ്ടത്. അത്തരത്തിൽ ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം, നേരത്തെ 1976 MGR തമിഴ്നാട് മുഖ്യമന്ത്രിയായപ്പോൾ കൊല്ലൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരുന്നു. അന്ന് അദ്ദേഹം നൽകിയ സ്വർണ്ണവാൾ ഇപ്പോഴും ക്ഷേത്രത്തിൽ പൂജാ സമയത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് വിജയും ക്ഷേത്രത്തിൽ ഒരു വെള്ളിവാൾ നൽകിയെന്നാണ് ഇപ്പോൾ ക്ഷേത്ര മുഖ്യതന്ത്രി രാമേന്ദ്ര അഡിഗ നമ്മോട് പറഞ്ഞത്. അതുപോലെ തന്നെ ജയലളിതയും ഇതിനു മുൻപ് മുഖ്യമന്ത്രിയായപ്പോൾ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയിരുന്നു. അതേ മാതൃക പിൻപറ്റിയാണ് അക്ഷരദേവതയുടെ സന്നിധിയിലേക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയും എത്തിയത്. അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിൻ്റെ ഭാഗമായി ഉച്ചയ്ക്ക് 12 മുതൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയത്. 12 മുതൽ തന്നെ ഭക്തരെയെല്ലാം ക്ഷേത്രത്തിനകത്ത് നിന്നും പുറത്തേക്ക് മാറ്റിയിരുന്നു. ക്ഷേത്ര പരിസരത്തേക്ക് മറ്റുള്ളവർ കടക്കാത്ത വിധം ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി. മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ ക്ഷേത്രത്തിന് പുറത്തേക്ക് മാറ്റി. ഇപ്പോൾ ഭക്തരെയെല്ലാം അദ്ദേഹം മടങ്ങിയ ശേഷം ഭക്തർ വീണ്ടും ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും അദ്ദേഹം ക്ഷേത്രത്തിൽ എത്തി, കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര സന്നിധിയിലെത്തി. ക്ഷേത്രത്തിൽ കാണിക്കയായി ഒരു വെള്ളിവാൾ കൂടി സമർപ്പിച്ചിട്ടാണ് മടങ്ങിയത്. ശരി, കൊല്ലൂരിൽ നിന്ന് പ്രദീപ് നാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.